നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് പുതിയ കോടതി കെട്ടിട സമുച്ചയം ഡിസംബർ 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചുള്ള അവലോകന യോഗം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ട് വഴി 57 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 4 ഏക്കർ സ്ഥലത്താണ് 14 കോടതികൾ വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്നത്. ഇതാണ് 8 നിലകളിലായി പ്രവർത്തിക്കുന്ന ഒറ്റ കെട്ടിടത്തിലാകുക. തലശ്ശേരി കോടതി സമുച്ചയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെഷൻസ് ജഡ്ജ് കെ.ടി. നിസാർ അഹമ്മദ് അധ്യക്ഷനായി. ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് അജിത് കുമാർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി ജി.പി. ഗോപാലകൃഷ്ണൻ, കുടുംബ കോടതി ജഡ്ജ് കെ.ജെ. ആൽബി, അഡീഷണൽ സെഷൻസ് ജഡ്ജിമാരായ റൂബി കെ. ജോസ്, ജെ. വിമൽ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബി. കരുണാകരൻ, അഡ്വക്കേറ്റ് കെ. വിശ്വൻ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ, അഡ്വക്കേറ്റ് വി. രത്നാകരൻ, അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത്, അഡ്വക്കേറ്റ് യു. ഗീത, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രതിനിധി എ. രവീന്ദ്രൻ, ജില്ലാ കോടതി ശിരസ്തദാർ ബി. മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. അവസാനഘട്ട പ്രവൃത്തികൾ യോഗം വിലയിരുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസും ഒക്കെ അടങ്ങുന്ന വ്യക്തികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 26-ാം തീയതിയാണ് കണ്ടിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ സമ്മതത്തോടുകൂടി അവരുടെ കൺഫർമേഷന് ശേഷം ഡേറ്റ് കൃത്യമായി ഫിക്സ് ചെയ്ത് അത് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്വാഗത സംഘത്തിൻ്റെ ഒരു മീറ്റിംഗാണ് ഇന്നിവിടെ നടന്നത്. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും അതിന് സബ് കമ്മിറ്റി ആളുകളും പങ്കെടുക്കുകയുണ്ടായി. ഇത് തലശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കിഫ്ബി ഫണ്ട് വഴി 57 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 4 ഏക്കർ സ്ഥലത്താണ് 14 കോടതികൾ വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്നത്. ഇതാണ് 8 നിലകളിലായി നിർമ്മിക്കുന്ന ഒറ്റ കെട്ടിടത്തിലാക്കുക. പുതുതായി പണിത കെട്ടിടത്തിൽ 136 മുറികളുണ്ട്. പടിഞ്ഞാറൻ കാറ്റും വെളിച്ചവും എല്ലാം മുറികൾക്കകത്തും എത്തുന്ന രീതിയിലാണ് നിർമ്മാണം. കോടതിയിലെത്തുന്ന സാക്ഷികൾക്കുള്ള വിശ്രമ മുറികൾ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ക്യാൻറ്റീൻ തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിലുണ്ട്. പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായ കെട്ടിട സമുച്ചയത്തിൽ കോടതികളിൽ എത്തുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. അഭിഭാഷകർക്കും വനിതാ അഭിഭാഷകർക്കും ഗുമസ്തർക്കും പ്രത്യേക വിശ്രമ മുറികളും മികച്ച ലൈബ്രറി സൗകര്യവും ജുഡീഷ്യൽ ഓഫീസർമാർക്കുൾപ്പെടെ ഉപയോഗിക്കാൻ ശീതീകരിച്ച ഓഡിറ്റോറിയവും സജ്ജമാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ 80 ലക്ഷം രൂപ ചെലവിൽ സോളാർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. 1802-ൽ സ്ഥാപിതമായ ചരിത്രമുറങ്ങുന്ന കണ്ണൂർ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരി കോടതിയിൽ നിലവിൽ 14 കോടതികളാണുള്ളത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പുറമെ 4 അഡീഷണൽ ജില്ലാ കോടതികൾ, കുടുംബ കോടതി, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, പോക്സോ സ്പെഷ്യൽ കോടതി, 2 അസിസ്റ്റന്റ് സെഷൻസ് കോടതികൾ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, 2 മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് കോടതിക്കും വ്യവസായ ട്രൈബ്യൂണലിന്റെ ക്യാമ്പ് സിറ്റിംഗിനും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾക്കായി അനുവദിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനും മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജില്ലയിലെ NDPS കോടതിക്കും തലശ്ശേരി കോടതി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. പൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സെഷൻസ് കോടതി, മുൻസിഫ് കോടതി, CJM കോടതി എന്നിവ നിലവിലെ കെട്ടിടത്തിൽ തന്നെ തുടരും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. സ്ഥലം MLA-യും സ്പീക്കറുമായ അഡ്വക്കേറ്റ് എൻ ഷംസീർ ചെയർമാനും ജില്ലാ സെഷൻസ് ജഡ്ജ് കെ.ടി. നിസാർ അഹമ്മദ് ജനറൽ കൺവീനറും ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് അജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ. സജീവൻ, സെക്രട്ടറി ജി.പി. ഗോപാലകൃഷ്ണൻ എന്നിവർ കൺവീനറുമായ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.